പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ഇവിടെ പറയുന്നുണ്ട്, 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, അതുകൊണ്ട് നാം ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. ഇരുട്ടിന്റെ പ്രവർത്തികളെല്ലാം മാറ്റിയിട്ട് ഉണർന്നെഴുന്നേറ്റ് ക്രിസ്തുവിന്റെ ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി, ക്രിസ്തു നമുക്ക് തന്നെ ആ വെളിച്ചം മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നവരായി തീരുവാൻ നമ്മൾ ആയിത്തീരണം. ഹല്ലേലൂയ. നമുക്ക് വേദപുസ്തകം പരിശോധിച്ച് നോക്കുമ്പോൾ ഉറങ്ങുന്ന അനേക ജീവിതങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. വേർപാട് പാലിക്കേണ്ടതായിരുന്നു ശിംശോൻ ദലീലയുടെ മടിയിൽ കിടക്കുന്നതായിട്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 19-ാം വാക്യത്തിൽ അവൾ അവനെ മടിയിൽ ഉറക്കി ഒരാളെ വിളിപ്പിച്ച് തലയിലെ ജട 7 കളയിച്ചു. അവൾ അവനെ ഒതുക്കി തുടങ്ങി, അവന്റെ ശക്തി അവനെ വിട്ടുപോയി. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നമുക്ക് ശിംശോനെ കുറിച്ച് വായിക്കുമ്പോൾ അറിയായിരുന്നു. ഹല്ലേലൂയ. അതായത് 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ക്ഷൗരക്കത്തി എന്റെ തലയിൽ തൊട്ടിട്ടില്ല, ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന് വ്രതസ്ഥനാകുന്നു. ക്ഷൗരം ചെയ്താൽ എന്റെ ബലം എന്നെ വിട്ടുപോകും, ഞാൻ ബലഹീനനായി ശേഷം മനുഷ്യരെ പോലെ ആകും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മൾ വിടേണ്ടതെല്ലാം വിട്ട് മാറി നിൽക്കേണ്ടുന്നിടത്ത് മാറി നിന്ന്, ഹല്ലേലൂയ, വേർപാട് അനുഷ്ഠിക്കേണ്ടുന്നിടത്ത്, വിശുദ്ധി അനുഷ്ഠിക്കേണ്ടുന്നിടത്തെല്ലാം നമ്മൾ വിശുദ്ധരായി നിൽക്കണം. ഉറങ്ങിക്കിടന്നാൽ, ഹല്ലേലൂയ, പല ദലീലന്മാരും നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. നമ്മെ അവിടെ നിന്ന്, ഹല്ലേലൂയ, ആട്ടിപ്പായിച്ചു കളയുവാൻ ഒരു ദലീല മതി. പ്രിയ ദൈവമക്കളെ, നമ്മുടെ വിശ്വാസം കളയുവാൻ വേണ്ടി. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഉറങ്ങുന്നവരായിട്ടല്ല, ഉണർന്ന് കർത്താവിന്റെ സന്നിധി നമ്മളെ വിശ്വസ്തയോടെ നിൽക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ. ഹല്ലേലൂയ. യോനയെ കുറിച്ച് ഉപദേശിക്കേണ്ടവൻ, ഹല്ലേലൂയ, കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യോനായുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കപ്പൽക്കാർ ഭയപ്പെട്ടു, ഓരോരുത്തൻ താന്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോനയോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങി കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ദൈവം പറയുന്നത്, നമ്മുടെ യേശുപ്പൻ എന്തു പറയുന്നു അതനുസരിച്ച് വേണം നമ്മുടെ യാത്ര ഓരോന്നും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല നമ്മൾ നടക്കേണ്ടത്. കർത്താപ്പച്ചൻ നമ്മളോട് എന്തു പറയുന്നു അതനുസരിച്ച് വേണം നമ്മൾ നടക്കുവാൻ. ഹല്ലേലൂയ. ഉപദേശിക്കേണ്ടവൻ, കർത്താവ് പറഞ്ഞ, ഹല്ലേലൂയ, വാഗ്ദത്തങ്ങൾ ഓരോന്നും പറയേണ്ടവൻ, ഹല്ലേലൂയ, അരുളി ചെയ്യേണ്ടവൻ. ഹല്ലേലൂയ. ഇവിടെ എന്താണ്? കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്ന്, ഹല്ലേലൂയ, ദൈവസന്നിധി ഉറങ്ങിക്കിടക്കുക അല്ലല്ലോ. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളതൊക്കെ കണ്ട് ഉറങ്ങിക്കിടക്കുവാനല്ല, എഴുന്നേറ്റ് ദൈവസന്നിധി കരയുന്നവരായിരിക്കണം. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഹല്ലേലൂയ, ഓരോന്നും നമ്മൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. യോനി എന്താണ്? തന്റെ ഇഷ്ടത്തിനനുസരിച്ച് സഞ്ചരിച്ചു വിരോധമായി. ഹല്ലേലൂയ. ഇവിടെ പറയുന്നുണ്ട്, നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കാം, അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. നിനവയിലേക്ക് കടന്നു പോകാൻ പറഞ്ഞ, ഹല്ലേലൂയ, യോന പിന്നെ പോയത് എവിടെയാണ്? നോക്കൂ, 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്നു. തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട്, ഹല്ലേലൂയ, കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന്, ഹല്ലേലൂയ, അവരോട് കൂടെ, ഹല്ലേലൂയ, തർശീശിലേക്ക് പോയി കളവാൻ അതിൽ കയറി. പ്രിയ ദൈവമക്കളെ, നമ്മോട് പറയുന്ന ഇടത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ
നമ്മുടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇതേപോലെയാണ് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. നമ്മളെ എടുത്തെറിയേണ്ടുന്ന അനുഭവത്തിലേക്ക് ആയിത്തീരും. ഈ ദിവസങ്ങളിൽ കർത്താവ് പറയുന്നത് എന്താണോ അതനുസരിച്ച് നമ്മുടെ യാത്ര മുന്നോട്ട് പോകണം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ. നമുക്ക് അടുത്തതായിട്ട് ഉറങ്ങുന്നതായ ഒരു യൂത്തിക്കോസിനെ കാണാൻ കഴിയുന്നുണ്ട്. സഭാമധ്യയിൽ കിടന്നുറങ്ങുന്ന. ഹല്ലേലൂയ. ഉപദേശം ശ്രദ്ധിക്കേണ്ടവർ. ഹല്ലേലൂയ. ഉപദേശം ശ്രദ്ധിക്കേണ്ട യൂത്തിക്കോസ് ഉറങ്ങുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇന്ന് പലരും അതുപോലെയാണ്. ദൈവസന്നിധി കടന്നു വന്നിരിക്കും, പക്ഷേ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. കർത്താവിന്റെ ദാസന്മാർ എന്താണ് പറയുന്നത്? ഹല്ലേലൂയ. ചർച്ചിൽ എന്താ നടക്കുന്നത്? അതൊന്നും അവർക്ക് ഹല്ലേലൂയ ശ്രദ്ധപ്പെടുത്താതെ ഹല്ലേലൂയ ഉറങ്ങിയിരിക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ കൂടിയിരുന്ന മാളികയിൽ വളരെ വിളക്കുണ്ടായിരുന്നു. അവിടെ യൂത്തിക്കോസ് എന്ന യൗവനക്കാരൻ കിളിവാതിൽക്കൽ ഇരുന്ന് ഗാഠനിദ്ര പിടിച്ചു. പൗലോസ് വളരെ നേരം സംഭാഷിക്കാൻ നിദ്രാവശനായി 3-ാം തട്ടിൽ നിന്ന് താഴെ വീണു. അവനെ മരിച്ചവനായി എടുത്തുകൊണ്ടുവന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ നോക്കൂ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഇരുന്ന് കർത്താവദാസന്മാർ പറയുന്നത് കേൾക്കുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. നമ്മുടെ ഉറക്കമെല്ലാം മാറ്റിവെച്ചിട്ട് വേണം ദൈവസന്നിധി കടന്നു വന്നിരിക്കുവാൻ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഇവിടെ പറഞ്ഞതുപോലെ ഹല്ലേലൂയ ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ കടന്നു വരുമ്പോൾ ഉറക്കമുണർന്ന് ഹല്ലേലൂയ വളരെ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ഞാൻ എൻ്റെ കർത്താവിന്റെ സന്നിധിയിലാണ് കടന്നു വന്നുള്ള ആ ബോധ്യത്തോടെ വന്നിരിക്കുന്നവർക്ക് മാത്രമേ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായി തീരുകയുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ ഹല്ലേലൂയ ഉറങ്ങി വീഴുന്ന അനുഭവത്തിലേക്കായിരിക്കും ആയിത്തീരുന്നത്. പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നോക്കൂ, അടുത്തതായിട്ട് ഹല്ലേലൂയ ചൂരച്ചെടിയുടെ തണലിൽ ശുശ്രൂഷ ചെയ്യേണ്ടതായിട്ടുള്ള ഏലിയാവ്. ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മളെ എഴുന്നേറ്റ് തിന്നുന്ന ഹല്ലേലൂയ തട്ടി ഉണർത്തുന്ന ദൈവദൂതന്മാർ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. നമ്മൾ ഉറങ്ങിയിരിക്കുവാനല്ല, ദൈവസന്നിധി ഹല്ലേലൂയ ശുശ്രൂഷ ചെയ്യേണ്ടവർ ശുശ്രൂഷ ചെയ്യണം. ഹല്ലേലൂയ. ഉറങ്ങിക്കിടന്നാൽ അവിടെ ഒന്നും ചെയ്യുവാൻ സാധ്യമാകില്ല. നോക്കൂ, ദൂതന്മാരെ നമ്മുടെ അടുക്കലേക്ക് അയക്കും. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മളെ ഉറക്കം ഉണർന്ന് ദൈവസന്നിധി നമ്മൾ കരയുന്നവരായിരിക്കണം. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി, നശിച്ചു പോകുന്ന ജനങ്ങൾക്ക് വേണ്ടി ഇടിവ് നിൽക്കുന്നവരായിരിക്കണം. നമ്മൾ മറ്റുള്ളവരെ കണ്ട് പേടിച്ചോടേണ്ടുന്നവരല്ല. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ കൂടുതലായിട്ട് പ്രയോജനപ്പെടുന്നവരായി, മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്നവരായി തീരണം. ഹല്ലേലൂയ. ഏലിയാവ് എന്താണ് ചെയ്തത്? ഹല്ലേലൂയ ചൂരച്ചെടിയുടെ കീഴിൽ കിടന്നുറങ്ങുവാൻ എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. അവൻ എഴുന്നേറ്റ് തിന്നുകുടിച്ച് ഹല്ലേലൂയ 40 പകലും 40 രാവും ഹല്ലേലൂയ കഴിച്ച ആഹാരത്തിന്റെ ബലത്തോടെ ഗോരേബോളം ചെന്നെത്തിയതായിട്ട് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൻ നമ്മളെ എടുത്ത് ഉപയോഗിച്ചാൽ ഇതുപോലെയാണ്. പ്രിയ മക്കളെ, നമ്മളാണ് പറയുന്നത് എന്നെ കൊണ്ട് ഒന്നും കഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് മാറിയിരിക്കുന്നത്. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ ശിഷ്യന്മാർ, പ്രാർത്ഥിക്കേണ്ട ശിഷ്യന്മാർ ഗെത്സമനയിൽ കിടന്നുറങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ 26-ാം അധ്യായം 40-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? ഹല്ലേലൂയ. പലപ്പോഴും നമ്മോടും കർത്താപ്പച്ചി ഇതാണ് ചോദിക്കുന്നത്. ഇത്രയും സംഭവങ്ങള് ഈ ലോകത്ത് മൊത്തം നടക്കുമ്പോൾ നീ കിടന്നുറങ്ങുകയാണോ? നിനക്ക് ഒരു നാഴിക പോലെ ഇരുന്നൊന്ന് പ്രാർത്ഥിപ്പാനോ, ഈ നശിച്ചു പോകുന്ന ജനങ്ങളെ കുറിച്ചൊന്ന് ചിന്തിക്കുവാനോ നിനക്ക് കഴിയുന്നില്ലയോ? ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മോട് കർത്താപ്പച്ചൻ ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് ആൻസർ കൊടുക്കേണ്ടത്? ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ഉണർന്നിന്ന് പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ
ചെയ്യുവാൻ കർത്താവിന്റെ സന്നിധി നമ്മെ തന്നെ സമർപ്പിക്കണം. ഹല്ലേലൂയ. കർത്താവേ ഹല്ലേലൂയ. അവസാന നിമിഷങ്ങൾ ഓരോന്നും കടന്നു വരുമ്പോൾ കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്ന് നാം നമ്മെ തന്നെ ഒന്ന് ചോദിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഉറക്കം മുഖാന്തരമുള്ള നഷ്ടങ്ങൾ, ആത്മീയ ജീവൻ നഷ്ടപ്പെടുന്നു, ആത്മീയ ആരാധന നഷ്ടപ്പെടുന്നു, ജീവിതത്തിൽ ഹല്ലേലൂയ ക്രിസ്ത്യനിഷ്ഠ നഷ്ടപ്പെട്ട് കാര്യങ്ങൾ യഥാസമയം ചെയ്യുവാൻ കഴിയാതെ വരുന്നു. അതുകൊണ്ട് നമ്മൾ ഉണർന്നിരിക്കുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ ഉണർന്നിരുന്ന് നമുക്കായി തീരാം. കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഇത് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുവാണ്. ഉറങ്ങുന്നവരായിട്ടല്ല കർത്താവെ, ഉണർന്ന് ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീരുവാൻ ഓരോ മക്കളെയും സഹായിക്കണമേ. അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. പ്രത്യാശയോട് നിലനിൽപ്പാൻ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കണം. അപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.